ഇന്ത്യൻ രൂപ സർവകലാ റെക്കോർഡ് തകർച്ചയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എടുത്ത നടപടിയാണ് രൂപയുടെ വീഴ്ചയ്ക്ക് കാരണമായി പൊതുവെ പറയപ്പെടുന്നതും. ചൈനയുടെയും ബ്രസീലിന്റെയും കറൻസി മൂല്യം വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ വലിയ ആശ്വാസമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാസികൾക്കാണ്. ഈ വേളയിൽ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഉയർന്ന മൂല്യം കിട്ടുകയും ചെയ്യും. ജനസംഖ്യ കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും ലോകത്തെ വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അംഗബലം കൂടുകയും ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രബല രാജ്യങ്ങൾക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇവരുടെ നീക്കം സംശയത്തോടെ നോക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം എടുത്ത നടപടി രൂപയ്ക്ക് വലിയ പണി കൊടുത്തുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ വ്യാപാരത്തിന് വേണ്ടി പുതിയ കറൻസി തയ്യാറാക്കുകയും അല്ലെങ്കിൽ അംഗരാജ്യങ്ങളിലെ കറൻസികളിൽ ഇടപാട് നടത്തുകയും എന്നൊക്കെയായിരുന്നു നടന്നിരുന്ന പ്രചരണങ്ങൾ. ഡോളറിന്റെ മേധാവിത്വം തകർക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ചൈനയും റഷ്യയുമാണ് എന്നാണ് അമേരിക്ക പ്രധാനമായും കരുതുന്നത്. ഡോളറിന്റെ അപ്രമാദിത്യം തകർക്കാൻ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിടുമെന്നതും യാഥാർത്ഥ്യമാണ്. നേരത്തെ ഡോളറിനെതിരെ നീങ്ങിയ രാജ്യങ്ങളെല്ലാം തകർന്ന ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നിൽ അമേരിക്ക എന്ന ആക്ഷേപങ്ങളും വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിക്സ് പുതിയ കറൻസി കൊണ്ടുവന്നാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി നികുതി 100% ഉയർത്തുമെന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഭീഷണി. അമേരിക്ക നികുതി ഉയർത്തിയാൽ എല്ലാ രാജ്യങ്ങളും പെട്ടുപോകുമെന്നതും യാഥാർത്ഥ്യമാണ്. ഡോളർ മൂല്യം ഇപ്പോൾ വളരെയധികം ഉയരുകയാണ്. ട്രംപ് കടുത്ത തീരുമാനമെടുത്താൽ മറ്റ് കറൻസികൾ തകരുമെന്ന് നിക്ഷേപകർക്കിടയിൽ വിലയിരുത്തലുമുണ്ട്. അതിനാൽ ഡോളറിന്റെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. ഡോളർ സൂചിക 106.28 എന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ചരിത്ര തകർച്ചയാണ് 84.60 എന്ന നിലയ്ക്ക് എത്തിയ ശേഷം 84.58 കയറുകയുണ്ടായി. ചൈനയുടെ യുവാൻ, ഇന്തോനേഷ്യൻ റുപ്പിയ, ദക്ഷിണ കൊറിയയുടെ കറൻസി എന്നിവർക്കെല്ലാം കാര്യമായ ഇടിവും ഉണ്ടായിരുന്നു. ഡോളർ 0.52% പ്രധാനമായും ഉയർന്നിരുന്നത്. ബ്രൈറ്റ് ക്രൂഡ് വിലയും വലിയ തോതിൽ ഉയരുകയുണ്ടായി. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വേഗത കുറഞ്ഞതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഏപ്രിൽ ജൂൺ മാസത്തിൽ 6.7% വളർച്ചയുണ്ടായിരുന്ന ഇന്ത്യൻ സാമ്പത്തിക രംഗം ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ 5.4% മാത്രമേ ഉയർന്നുള്ളൂ. ഡോളർ വിറ്റഴിച്ചത് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ RBI നടപടി എടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ. പലിശ നിരക്കിൽ മാറ്റം വരുത്തുമോ എന്ന് ഈ ആഴ്ച തന്നെ അറിയാനും കഴിയും. അതേസമയം GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് പുതിയ സാഹചര്യം വലിയ തോതിൽ നേട്ടമാണ്. രൂപ ദിർഹം മൂല്യം 23.04 എന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. 1000 രൂപ ലഭിക്കാൻ 43.40 ദിർഹം നൽകിയാൽ മാത്രം മതിയാകും. കഴിഞ്ഞ ദിവസം രൂപ ദിർഹം മൂല്യം 22.89 മാറിയിരുന്നു. കുവൈറ്റ് ദിനാർ, ഒമാൻ റിയാൽ, ബഹ്റൈൻ ദിനാർ എന്നിവയുമായുള്ള മൂല്യത്തിനും രൂപയ്ക്ക് വലിയ മാറ്റം